السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. എന്തെല്ലാവരും വിശേഷം? റാഹത്തനല്ലേ? اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ألف بين قلوب المسلمين، اللهم ألف بين قلوب المؤمنين، اللهم دمر أعداءنا وأعداءك وأعداء الدين، اللهم وفقنا لما تحب وترضى آمين برحمتك يا أرحم الراحمين. إن شاء الله ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് തരത്തിൽ ഫലം ചെയ്ത ഒരുപാട് ആളുകൾ ഒരുപാട് തരത്തിൽ ഇതിൻ്റെ റിസൾട്ടുകൾ പറഞ്ഞ ഡെങ്കിപ്പനി പോലും മാറി എന്നാണ് പലരും ഈ സൂറത്ത് ഓതിയിട്ട് പറഞ്ഞത്. അത്രക്കും പവർഫുള്ളായിട്ടുള്ള അത്രക്കും എഫക്റ്റീവായിട്ടുള്ളൊരു സൂറത്താണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പറയുന്നത്. അതിനു മുമ്പ് ജസ്റ്റ് ഇത് ചൊല്ലിയിട്ട് അവർക്കുണ്ടായ ഓരോരുത്തർ പങ്കുവച്ച അനുഭവങ്ങൾ ജസ്റ്റ് കേട്ടോക്കി. ഒരാൾ പറയാണ്, അൽഹംദുലില്ലാ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഉസ്താദേ, എൻ്റെ മോൻ്റെ പനി മാറി അൽഹംദുലില്ലാ, വിശ്വസ്തയോടുകൂടെ ചൊല്ലിയാൽ ഫലം ഉറപ്പാണ് എന്ന് ഒരാൾ പറയാം. അതുപോലെ മറ്റൊരാൾ പറയാണ്, അൽഹംദുലില്ലാ, 3 ഡേ ആയി പനി തുടങ്ങിയിട്ട് കുറവൊന്നും ഉണ്ടായിരുന്നില്ല, ഈ സൂറത്ത് മന്ത്രിച്ചു കൊടുത്തപ്പോൾ പനി ശിഫയായി. അതുപോലെ മറ്റൊരാൾ പറയാണ്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, എൻ്റെ 2.5 വയസ്സുള്ള മോൾക്ക് ഡെങ്കിപ്പനി പോസിറ്റീവാണ്, പനി എത്രയായിട്ടും കുറയുന്നില്ല, ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, മരുന്ന് കൊടുക്കും, അപ്പം പനി മാറിയിട്ട് വീണ്ടും വരും, ഇനി പനിയുണ്ടെങ്കിൽ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഈ സൂറത്ത് 3 തവണ ചൊല്ലി കുട്ടിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല, ഒരു പനിയില്ല, ഡോക്ടർ ഇനി ടെസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതുപോലെ മറ്റൊരാൾ പറയുന്നുണ്ട്, അൽഹംദുലില്ലാ, സൂറത്ത് ഞാൻ 7 തവണ ഓതി, എൻ്റെ മോൻ്റെ പനി കുറഞ്ഞു. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ അനുഭവം പറയുകയാണെങ്കിൽ അതന്നെ പറയാൻ ഒരുപാടുണ്ടാവും. ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആകാൻ വേണ്ടി, നമുക്കൊരു മോട്ടിവേഷൻ ആകാൻ വേണ്ടിയാണ് ജസ്റ്റ് പറഞ്ഞത്. എന്താണെങ്കിലും ഈ ഒരു ചെറിയ സൂറത്ത് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതിന് മുമ്പ് അവർക്ക് പല രീതിയിലുള്ള മരുന്നുകൾ കുത്തിവെച്ച് അവർക്ക് മറ്റു പല രോഗങ്ങളിലേക്കും കാരണമാക്കുന്ന തരത്തിൽ അതിനു മുമ്പ് ജസ്റ്റ് മനസ്സറിഞ്ഞ് വിശ്വാസത്തോടുകൂടെ ഉറപ്പോടുകൂടെ ഈ സൂറത്തൊക്കെ ഒന്ന് ചൊല്ലിയിട്ട് മന്ത്രിച്ച് കൊടുക്കുക. അപ്പോൾ അവർക്ക് അതിലൂടെ ശിഫ പടച്ചോ കൊടുക്കും, യാതൊരു ഡൗട്ടും വേണ്ട. നമുക്കത് വിശ്വാസം വേണം, നമുക്കത് ഉറപ്പ് വേണം. മനസ്സിലായില്ലേ? ഉറപ്പോടുകൂടെ ചൊല്ലിയവരുടെ ഫലമാണ് ഈ പറഞ്ഞതൊക്കെ. സൂറത്ത് ഏതറിയോ? സൂറത്തുൽ അസ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഈ സൂറത്ത് മനസ്സറിഞ്ഞിട്ട് നമ്മുടെ മക്കൾക്ക് നമുക്ക് കഴിയുന്നത്ര മന്ത്രിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അവർക്കുള്ള പനികൾ, വേദനകൾ, അതുപോലെ തന്നെ കണ്ണേറ്, അസൂയ, അതുപോലെ ക്ഷീണം, അതുപോലെ പനി, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും പടച്ചോൻ സലാമത്ത് കൊടുക്കും. അതുപോലെ ഇത് കുട്ടികൾക്ക് മാത്രമല്ല, നമുക്കും യൂസ് ചെയ്യാം, മുതിർന്നവർക്കും ഇത് ഉപയോഗിക്കാം. നല്ല ഫലമാണ്, ഖുർആനല്ലേ, അതുകൊണ്ട് ഫലം ലഭിച്ചില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഫലം ലഭിക്കാനാ അല്ലേ? അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കാണ്. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.